ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമുക്ക് ഹിന്ദി വ്യാകരണിലെ ശബ്ദവിചാർ പാർട്ട് 2 നോക്കാം. പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് 2 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതിനോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആർ യു റെഡി? ഓക്കെ. ഇന്ന് നമ്മൾ ശബ്ദവിചാർ പാർട്ട് 2 ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ पार्ट 1 നമ്മൾ व्युत्पत्ति के आधार पर शब्दों के भेद और अर्थ के आधार पर शब्दों के भेद അങ്ങനെ രണ്ട് തരത്തിലുള്ള ശബ്ദഭേദമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് उत्पत्ति के आधार पर शब्दों के भेद. ഉത്പത്തി എന്നാൽ ഉദ്ഭവം എന്നാണ് മീനിങ്. उत्पत्ति के आधार पर शब्दों के भेद. उत्पत्ति के आधार पर शब्दों के 4 भेद है. तत्सम शब्द, तद्भव शब्द, देशज, विदेशी. അപ്പോൾ എന്തൊക്കെയാണ് उत्पत्ति के आधार पर 4 भेद? तत्सम, तद्भव, देशज, विदेशी. ഓക്കെ, ഇനി നമുക്ക് തത്സം എന്താണെന്ന് നോക്കാം. തത്സം जो शब्द संस्कृत से हिंदी भाषा में बिना किसी परिवर्तन के लिए गए हैं वे तत्सम कहलाते हैं. जैसे सूर्य, अग्नि. അപ്പം എന്താണ് തത്സം ശബ്ദ? जो शब्द संस्कृत से हिंदी भाषा में बिना किसी परिवर्तन के लिए गए हैं. അതായത് സംസ്കൃതത്തിൽ നിന്നും കുറേ വാക്കുകൾ നമ്മൾ ഹിന്ദിയിലേക്ക് കടമെടുത്തിട്ടുണ്ട്. സംസ്കൃതത്തിൽ നിന്നും കുറേ വാക്കുകൾ ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഹിന്ദിയിലേക്ക് കൊണ്ടുവന്ന സംസ്കൃതത്തിൽ നിന്നും ഹിന്ദി ഭാഷയിലേക്ക് വന്ന കുറേ വാക്കുകൾ, കുറേ ശബ്ദ എങ്ങനെയാണ് ബിനാ കിസി പരിവർത്തനിക്ക്, ഒരു മാറ്റവുമില്ലാതെ സംസ്കൃതത്തിൽ നിന്നും അതേപോലെ ഹിന്ദിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുറേ വാക്കുകൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തത്സം ശബ്ദ. അതായത് കൊയ് പരിവർത്തൻ നാ കർക്കെ ഹിന്ദി മേ ആനെ വാലെ ശബ്ദ. ഒരു പരിവർത്തൻ, ഒരു മാറ്റവും വരുത്താതെ സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് വന്ന ശബ്ദ വാക്കുകളെയാണ് എന്ത് പറയുന്നത്? തത്സം ശബ്ദ എന്ന് പറയുന്നത്. ജൈസെ എന്ന് വെച്ചാൽ ഉദാഹരൺ നോക്കിയാൽ സൂര്യ, അഗ്നി. എന്തൊക്കെയാണ്? സൂര്യ, അഗ്നി, ഈ 2 വാക്കും. അതുപോലെ ഇനി ഒത്തിരി വാക്കുകളുണ്ട്. നമുക്കിപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി തയ്യാറാക്കിയതുകൊണ്ട് എല്ലാം കുറച്ച് കാര്യങ്ങൾ മാത്രമാക്കി എന്നാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു നോട്ട്സാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ഉദാഹരണോടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുണ്ട്. ബുക്സുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് റെഫർ ചെയ്താൽ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പം തത്സം ശബ്ദം ഒന്നുകൂടെ പറഞ്ഞുതരാം. ജോ ശബ്ദ സംസ്കൃത സെ ഹിന്ദി ഭാഷ മേ കോയി പരിവർത്തൻ നാ കർക്കെ ലേ ലിയേ ഗയേ ഹൈ. ഹിന്ദി ഭാഷയിലേക്ക് ഒരു മാറ്റവുമില്ലാതെ അതേപടി സംസ്കൃതത്തിന്റെ ശബ്ദ നമ്മൾ ഹിന്ദിയിലേക്ക് ഉപയോഗിക്കുന്നതിനെയാണ് തത്സം ശബ്ദ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സൂര്യ, അഗ്നി. ഓക്കെ, ഇനി നമുക്ക് തദ്ഭവ്. എന്താണ് തദ്ഭവ് ശബ്ദ? तद्भव शब्द वे है जो संस्कृत से परिवर्तित होकर हिंदी में आ गए हैं. എന്താണ് തദ്ഭവ് ശബ്ദ? തദ്ഭവ് ശബ്ദ വേ ഹെ ജോ സംസ്കൃത സെ പരിവർത്തിത ഹോക്കർ, സംസ്കൃതത്തിൽ നിന്നും പരിവർത്തൻ എന്ന് വെച്ചാൽ മാറ്റം സംഭവിച്ച ഹിന്ദിയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്നും അതേപടി ഹിന്ദിയിലേക്ക് വന്ന ശബ്ദ. പക്ഷേ തദ്ഭവ് എന്നാൽ എന്താണ്? സംസ്കൃത സേ പരിവർത്തിത ഹോക്കർ, കുറേ സംസ്കൃത വാക്കുകൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി ഹിന്ദിയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് തദ്ഭവ് ശബ്ദ എന്ന് നമ്മൾ പറയുന്നത്. ജൈസേ ആഗ്, അഗ്നി, സൂരജ്, സൂര്യ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്നി എന്നുള്ളതും സൂര്യ എന്നുള്ളതും തത്സം ശബ്ദമാണ്. അതായത് സംസ്കൃതത്തിന്റെ അതേ ശബ്ദ ഹിന്ദിയിലേക്ക് വന്നു. അപ്പം നമ്മൾ അതിന് അതിൽ മാറ്റം വരുത്തി ഹിന്ദിയിൽ ഉപയോഗിക്കുമ്പോൾ അഗ്നി തത്സം ശബ്ദമാണ്. അത് തദ്ഭവാവുന്നത് എങ്ങനെയാണ്? അഗ്നി ആഗായി മാറുന്നു. അഗ്നി എന്ന വാക്കിനെ ആഗ് എന്ന് യൂസ് ചെയ്യുമ്പോൾ അത് തദ്ഭവ ശബ്ദ. അതുപോലെ സൂര്യ എന്നത് സംസ്കൃത ശബ്ദമാണ്. അത് ഹിന്ദിയിലേക്ക് വന്ന് മാറ്റം വരുത്തി നമ്മൾ ഹിന്ദിയിൽ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു? സൂരജ്. ഓക്കെ,
ഇനി മനസ്സിലായില്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് ദേശജ്. देशज शब्द वे हैं जिनकी व्युत्पत्ति का पता नहीं चलता, वे अपने ही देश में बोलचाल से बने हैं, जैसे खिचड़ी खिड़की. എന്തൊക്കെയാണ് നോക്കിയേ? ദേശജ് ശബ്ദ വേ ഹെ. എന്താണ് ദേശജ് ശബ്ദ? ജിൻകി വ്യുത്പത്തി കാ പതാ നഹീ ചൽത്ത. എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് നമുക്ക് അറിയില്ല. ദേശജ് ശബ്ദ വേ അപ്നേ ഹി ദേശമേ, നമ്മുടെ ദേശത്ത് തന്നെ, നമ്മുടെ ദേശത്ത് ബോൾചാൽ സേ ബനേ ഹെ. നമ്മൾ പറഞ്ഞു ബോൾചാൽക്കി ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ബോലിയാണ് പറയുന്നത് അല്ലേ? ബോലി. നമ്മുടെ ദേശത്തിൽ നിന്നും സ്ഥാനീയ ബോലിയിൽ നിന്നും ഒക്കെ ഉത്ഭവിച്ച കുറേ വാക്കുകളുണ്ട്. അതിനെയാണ് ദേശജ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ദേശത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ആ വാക്കുകളാണ് ദേശജ് ശബ്ദ്. നമ്മുടെ ദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച ശബ്ദമാണ് ദേശജ് ശബ്ദ് എന്ന് പറയുന്നത്. ജിൻകി വ്യുത്പത്തി കാ പതാ നഹീ ചൽത്ത. ജയ്സേ കിച്ചടി കിടക്കി. അപ്പൊ കിച്ചടി കിടക്കി ഈ രണ്ട് വാക്കുകളും ദേശജ് ശബ്ദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് വിദേശി ശബ്ദ്. जो शब्द अंग्रेजी, फ्रेंच, उर्दू, पुर्तगाली, तुर्की, फारसी, ग्रीक आदि विदेशी भाषाओं से आए हैं उन्हें विदेशी शब्द कहते हैं. जैसे अंग्रेजी, മെഷീൻ, സൈക്കിൾ. നമ്മൾ അതിൽ ഓരോന്നായിട്ട് ഇനി വരും. നമ്മൾ ആദ്യം പറയുമ്പോൾ വിദേശി ശബ്ദില് ജോ ശബ്ദ് അംഗ്രേസി. എന്താണ് വിദേശി എന്ന് നമുക്ക് നോക്കാം. ജോ ശബ്ദ് അംഗ്രേസി, ഫ്രഞ്ച്, ഉർദു, പുർത്തഗാലി, തുർക്കി, ഫാർസി, ഗ്രീക്ക് ഇങ്ങനെയുള്ള വിദേശി ഭാഷാओं से हिंदी में आए गए शब्दों को विदेशी शब्द कहते हैं. വിദേശി ഭാഷയിൽ നിന്നും ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ശബ്ദ് വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിദേശി ശബ്ദ് എന്ന് പറയുന്നത്. അങ്ങനെ വിദേശിയായിട്ടുള്ള വിദേശി ഭാഷകളിൽ നിന്നും ഹിന്ദിയിലേക്ക് വന്ന കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. അംഗ്രേസിയിൽ നിന്ന് വന്നത് നോക്കിക്കോളൂ. അംഗ്രേസിയിൽ നിന്ന് വന്നത് മെഷീൻ, സൈക്കിൾ. ഈ മെഷീൻ, സൈക്കിൾ അംഗ്രേസിയാണ്. പിന്നെ ഫാർസിയിൽ നിന്നും വന്നത് അനാർ, ജമീന്ദാർ. പിന്നെ അറബിയിൽ നിന്ന് വന്നത് ഔലാദ്, അമീർ. തുർക്കി ചാക്കു, ലാഷ്. പുർത്തഗാലി ചാബി, സാബുൻ. ഫ്രഞ്ച് പോലീസ്, എഞ്ചിനീയർ. ചീനി ഭാഷ ചൈന. ചൈനീസ് ഭാഷയിൽ നിന്നും വന്നതാണ് തൂഫാൻ, ചായ. ഗ്രീക്ക് ഭാഷയിൽ നിന്നും ടെലിഫോൺ, ടെലിഗ്രാഫ്. ഇത്രയുമാണ് നമ്മളുടെ വിദേശി ഭാഷയിൽ നിന്നും വന്ന ശബ്ദ്. അപ്പം ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതെല്ലാം ഹിന്ദി തന്നെയാണ്. അതുപോലെ പോലീസൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവാം, ചെറുപ്പത്തിലെല്ലാം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവാം പോലീസ് എന്നുള്ളത് അംഗ്രേസിയാണെന്ന്. പക്ഷെ പോലീസ് ഫ്രഞ്ചാണ്, എഞ്ചിനീയർ ഫ്രഞ്ചാണ്. അതുപോലെ ടെലിഫോൺ, ടെലിഗ്രാഫ് എല്ലാം നമ്മൾ അംഗ്രേസിയാണെന്ന് വിചാരിച്ച് കാണും കുട്ടിക്കാലത്തൊക്കെ. പക്ഷേ അത് ഗ്രീക്കാണ്. അങ്ങനെ നമ്മൾ വിദേശി ഭാഷയിൽ നിന്നും ഹിന്ദിയിലേക്ക് വന്ന ശബ്ദങ്ങളെ എന്ത് പറയുന്നു? വിദേശി ശബ്ദം എന്ന് പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഉത്പത്തിക്ക് ആധാർ പർ ശബ്ദോं के 4 भेद है. ഏതൊക്കെയാണ്? തത്സം, തദ്ഭവ്, ദേശജ്, വിദേശി. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത് നമ്മൾ പ്രയോഗക്കെ ആധാർ പർ ശബ്ദഭേദ്. പ്രയോഗക്കെ ആധാർ പർ നമ്മൾ ഗ്രാമറിൽ പ്രയോഗിക്കുന്നതിനനുസരിച്ച്, യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്നാണ് അതിന് പറയാം. ശബ്ദക്കെ ഭേദ്. അത് प्रयोग के आधार पर शब्दों के 2 भेद है. विकारी शब्द, अविकारी शब्द. ഏതൊക്കെയാണ്? വികാരി और അവികാരി. विकारी जिन शब्दों से, എന്താണ് വികാരി എന്ന് നമുക്ക് നോക്കാം. विकारी शब्द क्या है? जिन शब्दों से लिंग, वचन, कार्य के अनुसार परिवर्तन होता है उन्हें विकारी शब्द कहते हैं. ഏത് ശബ്ദിൽ നിന്നാണോ ലിംഗ്, വചൻ, കാരക്. ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ലിംഗ് എന്താണ്, വചൻ എന്താണ്, കാരക എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ. ലിംഗ് എന്ന് പറയുമ്പോൾ പുല്ലിംഗ്, സ്ത്രീലിംഗ് അങ്ങനെ വ്യത്യാസം. വചൻ ഏകവചൻ, ബഹുവചൻ. കാരക എന്ന് പറയുമ്പോൾ നേ, കോ, സേ അങ്ങനെ നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. അപ്പം ജിൻ ശബ്ദോം സേ ലിംഗ്, വചൻ, കാരക के अनुसार, ലിംഗ്, വചൻ, കാരക के अनुसार പരിവർത്തൻ, മാറ്റമുണ്ടാവുന്ന ശബ്ദിനെ നമ്മൾ എന്ത് പറയുന്നു? വികാരി ശബ്ദം. പേരിൽ തന്നെ ഉണ്ട് വികാരി, വികാർ എന്ന് പറഞ്ഞാൽ മാറ്റം.
വികാരി ശബ്ദ 4 പ്രകാർ കെ ഹെ. വികാരി ശബ്ദ 4 തരത്തിലുള്ള വികാരി ശബ്ദമുണ്ട്. ഏതൊക്കെയാണ്? സജ്ഞ അല്ലെങ്കിൽ സഖ്യ എന്ന് പറയും. സഖ്യ എന്ന് വെച്ചാൽ നൗൺ, അംഗ്രേസിൽ നൗൺ. സർവനാം അംഗ്രേസിൽ പ്രോനൗൺ. പിന്നെ അതുപോലെ വിശേഷൻ അംഗ്രേസിൽ അഡ്ജക്റ്റീവ്. പിന്നെ 4 ക്രിയ അംഗ്രേസിൽ വെർബ് എന്ന് പറയുന്നു. അപ്പോൾ വികാരി ശബ്ദ ക്യാ ഹെ? जिन शब्दों में लिंग वचन कार्य के अनुसार परिवर्तन होता है उन्हें विकारी शब्द कहते हैं. विकारी शब्द 4 प्रकार के होते हैं: संज्ञा, सर्वनाम, विशेषण, क्रिया. ओके. इനി നമുക്ക് अविकारी शब्द. क्या है अविकारी शब्द? जिन शब्दों में लिंग वचन कार्य के अनुसार कोई परिवर्तन नहीं होता है उन्हें अविकारी शब्द कहते हैं. മനസ്സിലായില്ലേ? അവികാരി, വികാരി എന്ന് പറഞ്ഞാൽ പരിവർത്തൻ ഹോത്താ ഹെ. അവികാരിയിൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. പരിവർത്തൻ നഹി ഹോത്താ ഹെ. जिन शब्दों में लिंग वचन कार्य के अनुसार कोई परिवर्तन नहीं होता है, ഒരു മാറ്റവും ഇല്ലാതെ ഉപയോഗിക്കുന്നതാണ് അവികാരി ശബ്ദം. ഒരിക്കലും മാറ്റം വരില്ല. എത്ര സെന്റൻസ് ഉണ്ടാക്കുമ്പോഴും അതിൽ പരിവർത്തൻ ലിംഗ് വചൻ കാര്യക്ക് അനുസാർ നഹി ഹോഗ. അതാണ് അവികാരി ശബ്ദ. അവികാരി ശബ്ദ ബി 4 പ്രകാർ കെ ഹോത്തെ ഹെ. അവികാരി ശബ്ദം 4 തരത്തിലുണ്ട്. ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദി ബോധക്. അപ്പം ക്രിയാവിശേഷൻ को अंग्रेजी में adverb പറയുന്നു. സംബന്ധബോധക് പ്രപ്പോസിഷൻ, സമുച്ചയബോധക് കൺജങ്ഷൻ, വിസ്മയാദിബോധക് ഇന്റർജെക്ഷൻ. അപ്പം ഇതാണ് അവികാരി ശബ്ദ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. പ്രയോഗ के आधार पर शब्दों के 4 भेद है. प्रयोग के आधार पर शब्दों के 2 भेद है, विकारी और अविकारी. विकारी शब्दों के भी 4 भेद है: संज्ञा, सर्वनाम, विशेषण, क्रिया. अविकारी शब्दों के भी 4 भेद है: क्रिया विशेषण, संबंध बोधक, समुच्चय बोधक, विस्मयादि बोधक. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംജ്ഞ എന്താണെന്ന് പഠിക്കാം. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചെറിയ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ എളുപ്പം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ധന്യവാദം.